കാട്ടാന ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ അമർ ഇലാഹി നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ. അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തിന്റെ ഞെട്ടലിൽ ഉലഞ്ഞു നിൽക്കുകയാണ് ഒരു നാട് മുഴുവൻ. പാലിയത്ത് വീട്ടിലേക്ക് ഒരു നാട് ഒന്നാകെ ഒഴുകിയെത്തി. കണ്ണീർ വാർത്തു കണ്ണുകളിൽ ദുഃഖം കനം കെട്ടിയും നിന്നവർ. നാടിന്റെ പ്രിയപ്പെട്ടവനെ യാത്രയാക്കാൻ വന്നതായിരുന്നു എല്ലാവരും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുള്ളരിങ്ങാട് അമേൽത്തൊട്ടിയിലെ തേക്കിൻകൂപ്പിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാലിയത്ത് വീട്ടിൽ അമർ ഇലാഹിയെ നാട് കണ്ണീരോടെയാണ് യാത്രയാക്കിയത്. ഞങ്ങൾക്ക് നാടിന്റെ മുത്തിനെയാ നഷ്ടപ്പെട്ടത്. അവൻ ഈ നാടിനും ഞങ്ങൾക്കും വേണ്ടി ജീവിച്ചവനാ. ഇനി ഒരു ജീവൻ പൊലിയരുത്, ഇല്ലേൽ ഞങ്ങൾ വലിയ പ്രശ്നമുണ്ടാക്കും. അമറിന്റെ വീട്ടിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിനോട് നാട്ടുകാർ ഒറ്റക്കെട്ടായി പറഞ്ഞത് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കുന്നെങ്കിൽ ആകെ 10-16 കിലോമീറ്റർ ഇതുള്ളൂ, ഫോറസ്റ്റ് ഏരിയ ഉള്ളൂ. ഈ ഫോറസ്റ്റ് ഏരിയയിൽ 10-30 ആനയ്ക്ക് ജീവിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അത് സ്ഥിതിക്ക് ആന ഈ ഫെൻസിങ് പൊളിച്ച് വന്നുകൊണ്ട് ഒരു മാസത്തോളമായിട്ട് ഞങ്ങൾ ഇതിന് കാവല് കിടക്കുക. എല്ലാം ഫോറസ്റ്റുകാരെ അധികാരികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇവിടെ 2019 വാച്ച് ടവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചെക്ക് ഡാമും കെട്ടിക്കൊടുത്തിട്ടുണ്ട് ആനയ്ക്ക്. പിന്നെ എങ്ങനെ അവരറിയാതെ ഇവിടെ ആന വരുന്നു? ഞങ്ങൾക്ക് ഇനി ഒരു ജീവൻ മൂല്യരിക്കാതെ ഇതെല്ലാം ഇതിന് ഞങ്ങൾക്ക് എന്തായാലും ഇതിന് ഒരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടിയത്. ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നത്തിലേക്ക് ഞങ്ങൾ അതെ സാറ് ഇതിനകത്ത് മുൻകൈ സംഗതി ചെയ്ത് ഞങ്ങൾ തന്നിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ നാട്ടുകാരെല്ലാരും ഒരു ദുഃഖമാണല്ലോ ഉണ്ടായത്. അതിൽ നമ്മൾ ഇനി നമുക്കത് സഹിക്കാൻ പറ്റുന്നതല്ല. അതിൽ നിന്ന് അമർ നാടിനും നാട്ടുകാർക്കും ആരായിരുന്നുവെന്ന് വ്യക്തമാണ്. ഞായറാഴ്ച രാത്രി ഏറെ വൈകിയാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. അപ്പോൾ മുതൽ വീട്ടിലേക്ക് നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു. മകന്റെ വിയോഗം താങ്ങാനാകാതെ നെഞ്ചുപൊട്ടിയിരുന്ന പിതാവ് ഇബ്രാഹിമിനെ മന്ത്രി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. വല്യാപ്പ മൈദീനും കരഞ്ഞു തളർന്ന് അവിടെയിരുന്നു. മകനുവേണ്ടി ഒരു നാട് മുഴുവൻ പ്രാർത്ഥിക്കുന്നത് വീടിനുള്ളിലിരുന്ന് നിറകണ്ണുകളോടെ മാതാവ് ജമീല കണ്ടു. സഹോദരി ഷഹനയും വീടിനുള്ളിൽ കരഞ്ഞു തളർന്നിരുന്നു. 8:30 മുള്ളരിങ്ങാട് ബദരിയ പള്ളിയിലെ ഖബർസ്ഥാനിൽ ഖബറടക്കം നടന്നു. ഡീൻ കുര്യാക്കോസ് MP, MLA-മാരായ ആന്റണി ജോൺ, PJ ജോസഫ്, മാത്യു കുഴൽനാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വണ്ണപ്പുറം പഞ്ചായത്തിൽ ഹർത്താൽ നടത്തി. ജനകീയ സമിതി ചുള്ളിക്കണ്ടം സെഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. വീടിന് സമീപത്തെ തേക്കിൻകൂപ്പിൽ പശുവിനെ അഴിച്ചുകെട്ടുവാനായി പോയ അമർ അപ്രതീക്ഷിതമായാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആന തുമ്പിക്കൈകൊണ്ട് അടിച്ചിട്ട് ചവിട്ടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ബ്ലാങ്കരയിൽ PM മൻസൂർ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിക്ക് മുൻപിൽ രാത്രി വൈകിയും കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. ഇടുക്കി സബ് കളക്ടർ അനൂപ് ചർച്ച നടത്തുകയും നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായ 4 ലക്ഷം രൂപയുടെ ചെക്ക് ബന്ധുക്കൾക്ക് നൽകുകയും ചെയ്തതോടെയാണ് അന്ന് സമരം അവസാനിപ്പിച്ചത്. ബാക്കി 6 ലക്ഷം രൂപ സർക്കാർ നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചിട്ടുണ്ട്. ഒരു ആശ്വാസധനം മാത്രമാണ്. അമറിന്റെ നമ്മളെല്ലാവരും വിഷമത്തിലും വേദനയിലും ആക്കിയിട്ടുണ്ട്. എങ്കിലും അത്തരം സമ്മർദ്ദങ്ങളിൽ സാധ്യമായത് ചെയ്യുക എന്ന തലത്തിൽ 4 ലക്ഷം രൂപ SDRF നൽകി. CMDRF-ൽ നിന്ന് 6 ലക്ഷം രൂപയും പക്ഷെ അതുകൊണ്ട് മാത്രം ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നതല്ല. ജനങ്ങളുടെയും സ്വാഭാവികമായി എല്ലാവരുടെയും മനസ്സിൻ്റെ ദുഃഖമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകരുതെന്നുള്ള ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരുടെയും വേദന പങ്കിട്ടപ്പോൾ അതുതന്നെയാണ് നാളുകളിൽ ആവശ്യം എന്നുള്ളതാണ് ഗവൺമെൻറ് ചിന്തിക്കുന്നത്. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയാണ്. അങ്ങനെയുള്ള പ്രദേശത്ത് ധാരാളം ജനവാസ കേന്ദ്രങ്ങളുണ്ട്. ആ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയും തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ തുരത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇനിയും നമുക്ക് സജ്ജമാകേണ്ടതാണ്. അതിനുള്ള നടപടിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആദ്യ പ്രതികരണത്തിൽ നിന്നും അവരുടെ വിഷമത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ ജില്ലയിലെ അതിരൂക്ഷമായ ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്ന പ്രദേശങ്ങളിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. എന്നാൽ എല്ലായിടങ്ങളിലും ഒരുപോലെ അത്
രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും ഈ വിഷയവും ഇതിൻ്റെ ഗൗരവമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. എവിടെയാണ് രൂക്ഷമായ പ്രശ്നമെന്ന് കണ്ട് ഫോറസ്റ്റുമായി സഹകരിച്ച് എൻ്റെ MLA ആസ്തി വികസനമന്ത്രിയിൽ നിന്നും ഞാൻ തുക നൽകാൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചു. അതേസമയം കാട്ടാനകളുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A. റഷീദ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, ഡിവിഷണൽ ഫോറസ്റ്റ് കൺസർവേറ്റർ, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കാണ് ഇതിനായി നോട്ടീസ് നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.